സ്കൂട്ടറിൽ സഞ്ചരിക്കായിരുന്ന ദമ്പതികൾക്ക് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ബ്ലോക്ക് 13-ലെ ഷിജു, അമ്പിളി എന്നിവർക്കാണ് പരിക്കേറ്റത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായത്. വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉടലെടുത്തിരുന്നു. അന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവലോകന യോഗത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞ 10 കാര്യങ്ങളിലൊന്ന് ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള ആനകളെ തുരത്തും, ആന അടക്കമുള്ള വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും, അതിന് വനം വകുപ്പ് മുൻകൈയെടുക്കും എന്നിങ്ങനെയൊക്കെയായിരുന്നു. അത് പറഞ്ഞ് ദിവസങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് അതാ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. ഇത്തരത്തിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടാന വളരെ അടുത്തെത്തിയതോടുകൂടി സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി അമ്പിളിയും ഷിരുവും ഓടി രക്ഷപ്പെടുകയായിരുന്നു. തലനാരിഴക്കാണ് ഇരുവരും രക്ഷപ്പെട്ടത്. പിന്നീട് ആന ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ തകർക്കുകയും ചെയ്തു. രാവിലെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ബ്ലോക്ക് 12-നും 10-നും ഇടയിൽ വെച്ചായിരുന്നു ആനയുടെ ആക്രമണം. ഈ സ്കൂട്ടറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അമ്പിളിക്ക് കാൽവിരലിന് പരിക്കേറ്റതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്തേക്ക് വലിയ ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ലാൽകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഈ ആനകളെ തുരത്തി ഓടിക്കുന്ന പ്രവർത്തനം ഇപ്പോഴും RRTയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പലതവണ പറഞ്ഞതുപോലുള്ള ഒരു തടസ്സം അക്കാര്യത്തിലുണ്ട്. കാരണം 80-ലേറെ ആനകൾ, ഈ കുട്ടിയാനകൾ അടക്കം 80-ലേറെ ആനകൾ ഈ ഫാമിൽ ജനവാസ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ തുരത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമാണ്. അത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് 6 മണി വരെ നടത്തിയ പ്രവർത്തനത്തിൽ 10 ആനകളെ തുരത്തി കാട് കയറ്റി എന്നതാണ് വനംവകുപ്പ് പറയുന്നത്. ഈ ആനകളെ കാട് കയറ്റിയാൽ പോലും അവർ തിരിച്ച് ഈ ജനവാസ മേഖലയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത വനംവകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഇത്രത്തോളം ആനകളെ ഉൾക്കൊള്ളാവുന്ന ഒരു ശേഷി വനത്തിനില്ല. ഈ ആനകളുടെ സ്വഭാവം വെച്ച് അവ വീണ്ടും തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട്. ഈ കുടിവെള്ളം ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ആനകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇനി കാട്ടിലേക്ക് കയറ്റി വിട്ടു കഴിഞ്ഞാൽ തന്നെ ഈ ആനകൾ തിരിച്ചു വരുന്നത് തടയാനുള്ള സോളാർ ഫെൻസിങ്ങുകളാണ്. പലയിടങ്ങളിലും ഈ സോളാർ ഫെൻസിങ്ങുകൾ അത് പ്രവർത്തിക്കാത്ത രീതിയിലാണ് നിലവിലുള്ളത്. അതിന്റെ തകരാർ പരിഹരിക്കുന്ന പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് ഇപ്പോൾ. ഏതായാലും ആനകളുടെ ശല്യം ഇപ്പോഴും ആറളം ഫാമിനകത്ത് ജനവാസ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലൊരു കാട്ടാനാക്രമണവും അതിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായതിലൂടെ വ്യക്തമാവുന്നത്. ശരി, നിഖിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ആറളത്താണ് വീണ്ടും കാട്ടാനാക്രമണം.